ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിൻ്റെ നെക്സ്റ്റ് സീരീസ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ നോക്കാൻ പോകുന്ന ഫിസിക്സിൻ്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ ആണ്. ആ പേരിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന്, അല്ലേ? മോഷൻസിൻ്റെ കുറച്ച് ലോസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ന്യൂട്ടൺസിൻ്റെ 3 ലോസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഇനേർഷ്യ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടാണ്. ഇനേർഷ്യ ഓഫ് എ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ടെൻഡൻസി ടു റെസിസ്റ്റ് ഇറ്റ്സ് ചേഞ്ച് ഓഫ് ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു റെസിസ്റ്റ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഒരു ബോഡിയുടെ യൂണിഫോം മോഷനെയോ അല്ലെങ്കിൽ അതിൻ്റെ റെസ്റ്റിനെയോ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഓഫ് ബോഡിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ദ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? എ ബോഡി റിമൈൻസ് ഇ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ഒരു ബോഡി അതിൻ്റെ റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റിന് ചേഞ്ച് വരുന്നില്ല. ആ ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ആ ബോഡി അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ കഴിഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഇക്വേഷൻ നോക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ നോക്കാനുണ്ട്. ദാറ്റ് ഈസ് മൊമെൻറ്റം. എന്താണ് മൊമെൻറ്റം അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ആ ബോഡിയുടെ മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റിയുടെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആകുമ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, അല്ലേ? ആൻഡ് ദെൻ നെക്സ്റ്റ് ഈ മൊമെൻറ്റം എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ ഡെവലപ്പ് ചെയ്തത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് the rate of change of momentum of a body is directly proportional to the resultant force acting on it. ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് വേറൊരു കൺസെപ്റ്റും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് an external force acting on a body is directly proportional to its acceleration ഹാവിങ് എ മാസ് എം. അതായത് എം മാസുള്ള ഒരു ബോഡിയിലെ നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബോഡിയിലുള്ള ആക്സിലറേഷൻ, ആ ബോഡിയുടെ ആക്സിലറേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം എ ആയിരിക്കും. ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. അതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് എം എ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ന്യൂട്ടൺ തേർഡ് ലോ ഡെവലപ്പ് ചെയ്തു. തേർഡ് ലോയിൽ എന്താ പറയുന്നത്? For an every action there is an equal and opposite reaction. അതായത് ഇപ്പോൾ 2 ബോഡീസ് തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ബോഡിയും ബി എന്ന് പറയുന്ന ബോഡിയും, ഈ എ എന്ന് പറയുന്ന ബോഡി ബി എന്ന് പറയുന്ന ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും? ബി എന്ന് പറയുന്ന ബോഡി എയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എയിൽ കൊടുക്കുന്ന ആക്ഷന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ബി കൊടുക്കും എന്നാണ് ആര് പറയുന്നത്? ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോയിൽ പറയുന്നത്. ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ലോയിൽ നിന്നാണ് നമ്മുടെ മൊമെൻറ്റം കൺസർവേഷൻ എന്ന കൺസെപ്റ്റ് വന്നത്. ദ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദ ടോട്ടൽ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്, ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. അതിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. അതുപോലെ നമ്മുടെ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന, ഒരു ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സസിനെ നമ്മൾ കൺകറന്റ് ഫോഴ്സസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ആ കൺകറന്റ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെ? ഒരു ബോഡിയിൽ ഇപ്പോൾ ഈ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ 2 ഫോഴ്സ് ആണ് ആ പോയിന്റിൽ വരുന്നെങ്കിൽ ആ 2 ഫോഴ്സും എന്താണ്? ആ ബോഡിയുടെ കൺകറന്റ്, ആ പോയിന്റിലുള്ള കൺകറന്റ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ ബോഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സും ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാൽ മാത്രമേ ആ ബോഡി എന്താവുള്ളൂ? ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ ബോഡിയിൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് 0 ആയിരിക്കണം. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ഒരു ബോഡി, ഇപ്പോൾ ഒരു സ്ലൈഡ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ബോഡി റോൾ ചെയ്യണം. അപ്പോൾ ആ പാത്ത് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ആ പാത്ത് തെറ്റാതെ ആ ഒരു പാത്തിൽ അതിന് മൂവ് ചെയ്യണമെങ്കിൽ അതിനെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ബോഡി ഒരു സ്ലൈഡിങ് പാത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിലൂടെയോ ഫോളോ ചെയ്യണമെങ്കിൽ ആ പാത്തിനെ അതിനെ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ്
ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പാത്തില്ലേ, ആ പാത്തിന് പാരലൽ ആയിട്ടായിരിക്കും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത്. മെയിൻലി 2 ടൈപ്പ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണുള്ളത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് FS വെച്ചിട്ടാണ്. FS ഈക്വൽ ടു μS ഇൻറ്റു FN ആണ്. വേറെ μS എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും FN എന്ന് പറയുന്നത് ആ ഒരു സർഫസിന് നോർമലായിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ FN എന്ന് പറയുന്നത്. അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, കൈനറ്റിക് ഫ്രിക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ FK വെച്ചിട്ടാണ്. ആൻഡ് FK ഈസ് ഈക്വൽ ടു μK ഇൻറ്റു FN ആണ്, വെർ MK ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇത് രണ്ടും നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻസിൻ്റെ സബ്ബാണ്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും നമ്മുടെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻസിൻ്റെ സബ്ബാണ്. ഇനി റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ എന്തെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആ നില നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോളിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ എപ്പോഴും കൈനറ്റിക് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഒരു ബോഡിയിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സുകളെയൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആ ബോഡി ഒരു റെക്ടാങ്കുലർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്ത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ അതിൻ്റെ ഡയറക്ഷൻ ബേസ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഡ്രോ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ബോഡി നമ്മൾക്ക് ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരക്കണം. ഈ ഫ്രീ ബോഡി ഡയഗ്രം വരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ബോഡിയെ നമ്മൾ റെക്ടാങ്കുലർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോഴ്സുകളെയും അതിൻ്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏതൊരു ഡയറക്ഷനാണെന്നത് നോക്കിയിട്ട് നമ്മൾ അതിനെ ഡ്രോ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3rd ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒന്നും പഠിക്കാനില്ല. ന്യൂട്ടൺസിൻ്റെ 3 ലോസ് പഠിക്കാനുണ്ട്, മൊമെൻറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ തന്നെ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും ഇനേർഷ്യ എന്ന് പറയുന്ന കൺസെപ്റ്റും. ഇത്രയും മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? നമുക്കറിയാം നമ്മുടെ എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കും. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following will always be in the direction of net external force acting on the body? അതായത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ചേഞ്ചിങ് മൊമെന്റം. ഈ 4ൽ ഏതാണ് നമ്മുടെ ഫോഴ്സുമായിട്ട് ഡയറക്ട്ലി റിലേഷനിലുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് F is equal to ma എന്ന് പറഞ്ഞു. M എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം അതൊരു മാസ് ആണ്. അപ്പോൾ F എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആക്സിലറേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നതിൽ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ആക്സിലറേഷൻ ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് a 2 kg block is resting on a horizontal surface. The coefficient of static friction between the surface in contact is 0.25. Calculate the maximum magnitude of forces of static friction between the surface in contact. അതായത് ഒരു 2 കിലോഗ്രാം ഉള്ള ഒരു ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സർഫസും ഈ ബോഡിയും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.25 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ എന്താ? F ഈക്വൽ ടു mu ഇൻറ്റു FN ആണെന്ന് അറിയാം. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? മ്യൂഎസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 0.25 ആണെന്ന് തന്നിട്ടുണ്ട്, മാസ് 2 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? F ഈക്വൽ ടു μS ഇൻറ്റു FN ആണ്. അപ്പോൾ FN-ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. FN എന്തായിരിക്കും? ഈ ബോഡിയുടെ വെയിറ്റ് 2 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ മാസ് 2 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് ആയിരിക്കും, അല്ലേ? ആ ആക്സിലറേഷൻ ഗ്രാവിറ്റി മൂലം അത് ഇമ്പോസ് ചെയ്യുന്ന വെയിറ്റ് ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും? വെയിറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു mg ആയിരിക്കും, അല്ലേ? അതിൻ്റെ വെയിറ്റ് ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ mg എന്ന് പറയുന്നത് m2 ആണ്, ജിയുടെ വാല്യൂ 9.81 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. Therefore ആൻസർ μS ഇൻറ്റു mg എന്ന് കിട്ടും.
മ്യൂസിൻ്റെ വാല്യൂ 0.25 ആണ്, എം 2 ആണ്, ആൻഡ് ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആൻഡ് ആൻസർ ഈസ് 4.9. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4.9 ന്യൂട്ടൺ എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതായത് എഫ് എസ് ഈക്വൽ ടു മ്യൂഎസിൻ്റെ എഫ് എൻ ആണ്. നമുക്ക് മ്യൂഎസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഫ് എൻ പകരം നമുക്ക് അതിൻ്റെ മാസ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ബോഡി ഇമ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ വെയിറ്റ് ആയിരിക്കും അല്ലേ? ആ ബോഡി അവിടെ ഇമ്പോസ് ചെയ്യുന്ന ഫോഴ്സ് അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ജി ആണ്. എമ്മിൻ്റെ വാല്യൂ 2 ആണ്, ജിയുടെ വാല്യൂ 9.8 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് എസ് ഈക്വൽ ടു 4.9 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത്രയാണ് നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ നമുക്ക് പഠിക്കേണ്ട മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് സീരീസിൽ നോക്കാം. അതുപോലെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.